ശരിക്കും പറഞ്ഞല്ലേ ഇപ്പം ഇപ്പൊ കല്യാണം കഴിച്ച് പോകുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഞാൻ ചോദിക്കുകയും ചെയ്തു ഒരു കൺസേൺ ഉണ്ടാവില്ലേ ഇപ്പൊ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ ഇപ്പം നമ്മളും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരണം പുതിയ വീട് അവർക്കത് ഇഷ്ടപ്പെടുമോ ഇപ്പം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ഇപ്പം പറയാറുണ്ടെന്ന് പറഞ്ഞ അമ്മയോട് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണ്ടേ അപ്പം അത് എങ്ങനെയാ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് അല്ലെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ഇത്ര നാളും രണ്ട് മക്കളുണ്ട് അവർ കല്യാണം കഴിച്ചു അപ്പൊ അവർക്കൊരു സ്പേസ് അവർ കൊടുക്കണം അവര് ന്യൂ ലൈഫ് തുടങ്ങാന്ന് പാരന്റ്സും ചിന്തിക്കണം സോ അങ്ങനെ തോട്ട് എങ്ങനെയാ അതെങ്ങനെയാ നിങ്ങളെ പ്രോസസ് ചെയ്യണേ എങ്ങനെയാ ചെയ്യണേ ഇപ്പം എനിക്കെന്ന് പറഞ്ഞാല് ചേട്ടൻ അധികം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനായിട്ടുള്ള കണക്ഷൻ കുറവാണ്. ഒരുമിച്ചിരിക്കുന്നതും അതൊക്കെ കുറവാണ്. അപ്പൊ ചേട്ടന് കിട്ടുന്ന ഒരു മാസത്തെ ലീവിന് അമ്മ നമുക്കങ്ങ് വിട്ടുതരും. നിങ്ങൾ എന്തോ ആയിക്കോ പിള്ളേരെ എന്നുള്ള ഒരു മൈൻഡാണ്. അല്ലാതെ ഞാൻ കൂടുതലും അമ്മയായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ അങ്ങനെ ചേട്ടനായിട്ട് വലിയ ഒരു ഇതില്ല. ഇവിടെ ചേട്ടൻ അഥവാ ലീവിന് വന്നാലും ശരി തന്നെ ഞാൻ അമ്മ അങ്ങ് എന്നുവെച്ചാ ആ ചേട്ടൻ വന്നല്ലോ ഇനി അമ്മ വേണ്ട എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഞാൻ അമ്മയെ കൂടെ അതിൽ എത്തി അങ്ങനെ ആണ് പോകുന്നത്. ഓൾറെഡി ഇപ്പൊ വീഡിയോസിൽ പണ്ട് മുതലേ അമ്മയുടെ മരുമകളാവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ക്യൂ നിൽക്കായിരുന്നു. അതിനിടക്കാണ് നറുക്ക് വീണത്. സോ അതെങ്ങനെ കാണുന്നു ഇപ്പൊ ഒരുപാട് പേര് മെസ്സേജ് കണ്ടിട്ടുണ്ടോ ഞാനും ആ റീലൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് കാണുമ്പോ ഇത് നല്ല അമ്മയമ്മ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നേ. സോ അത് ഓൾറെഡി സംസാരിക്കുമ്പോഴും കേൾക്കുമല്ലോ പരിചയപ്പെടുന്നതിന് മുൻപേ അമ്മയെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുമല്ലോ. അപ്പൊ എങ്ങനെയാ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു അമ്മായിയും എനിക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. അതുമല്ല വീട്ടിനടുത്തുള്ള മാമിമാരൊക്കെ പറയുമായിരുന്നു അമ്മായിയമ്മ സൂപ്പറാ പറയായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അമ്മയെ കുറിച്ചാണല്ലോ പറയുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവിടെ വന്നപ്പോ അമ്മ പൊളിയാണ് കുറെ പെൺകുട്ടികൾ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഉപദേശമായിട്ടൊന്നുമില്ല. അമ്മ എല്ലാം കളി അടിച്ചങ്ങ് ഒരു ഫ്രണ്ട് പോലെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യണേ. അങ്ങനെ തന്നെ ആവട്ടെ. ഇഷ്ടപ്പെടാത്തൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പറയുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പം ഞാൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിണങ്ങിയിരിക്കുവാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഉറക്കം വരൂല. പിന്നെ ഇവര് ഇങ്ങനെ പിണങ്ങണം അങ്ങനത്തെ റീസൺ അമ്മയ്ക്ക് അറിയാം. പക്ഷെ എന്നിരുന്നാലും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. വയ്യാതായാലൊക്കെ അമ്മയ്ക്ക് ടെൻഷനാണല്ലേ. ഓക്കെ സ്വീറ്റ് മമ്മിയാണ്. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ബ്ലൈൻഡ് ടെസ്റ്റ് എന്നാണ് ഗെയിമിന്റെ പേര്. അതായത് അമ്മേന്റെ കണ്ണ് ഞങ്ങൾ ഇങ്ങനെ അടക്കും. ഓക്കെ അപ്പം രണ്ട് മരുമക്കളുണ്ട് വലത് സൈഡും ഇടത് സൈഡും. അപ്പൊ ഞങ്ങള് നിങ്ങൾക്ക് 5 വെച്ച് സാധനങ്ങൾ ഞാൻ തരും. അതെന്താ സാധനം എന്ന് അമ്മ കാണില്ല. ഓക്കെ പക്ഷെ അമ്മയെ കൊണ്ട് പറയിപ്പിക്കണം ഡയറക്ട്ലി. ഇപ്പൊ ഞാനൊരു പച്ചമുളക് തരാണ് അപ്പം ഇതിന് എരിവുണ്ട് എന്ന് പറയാം പക്ഷെ ബാക്കിയൊന്നും പറയരുത്. പക്ഷെ കുറച്ച് ക്ലൂസ് കൊടുക്കാം ഇൻഡയറക്ട്ലി പറയാം. ഓക്കെ അമ്മയെ കൊണ്ട് ആ വസ്തു എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്ത് സാധനവും ഞങ്ങൾ തരും. കടിക്കുന്നുണ്ടാവും കടിക്കാത്തതുണ്ടാവും ഓക്കെ പേടിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ പക്ഷെ അമ്മയെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ആരാണ് പറയിപ്പിക്കുന്നത് നോക്കാം. റെഡിയാണോ? ഓക്കെ സോ നിങ്ങളുടെ കയ്യില് രണ്ട് സാധനം വെച്ചിട്ട് സൂക്ഷിക്കണം. കടിച്ചു എന്നൊന്ന് ലാസ്റ്റ് പരാതി പറയല്ലേ. ഓക്കെ ഓക്കെ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൂസ് കൊടുക്കുക. അമ്മയെ കൊണ്ട് കറക്റ്റ് ആയിട്ട് പറയിപ്പിക്കാം. ആദ്യം ആരാ ചെയ്യണേ? ഫസ്റ്റ് അമ്മ ഒരു വെജിറ്റബിൾ ആണ് എന്റെ കയ്യിലിരിക്കണേ. നമ്മള് ലിപ്സിലൊക്കെ ഇടാൻ വേണ്ടിട്ട് യൂസ് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞോ ഇതിന്റെ ബീട്രൂട്ട് കുറച്ചും കൂടി ടഫ് ആക്കണം. ഇതിന് ഞാൻ എങ്ങനെ വർണ്ണിക്കുന്നു? ഓക്കെ അമ്മ പറയണേ ഇതൊരു ഫ്രൂട്ടും ആണ് വെജിറ്റബിളും ആണ്. നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മള് യൂസ് ആക്കും. ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും. പിന്നെ നമ്മള് സലാഡിലൊക്കെ നടും. സലാഡ് വെള്ളരിയാണോ? അല്ല മുള്ളുണ്ടോ? മുള്ളുണ്ട്. നമുക്ക് അമ്മയ്ക്ക് ഇഷ്ടമാണത്. കളർ ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തത് ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ. ഓറഞ്ച് ആണോ? ഒരു അവസരം കൂടി തരൂ. എനിക്ക് പറയുന്നത് ആലോചിച്ച് പറഞ്ഞ 2 പ്രൊഡക്റ്റ് പേര് പറഞ്ഞേ. നമ്മളെ വയലിന് സൈഡിലൊക്കെ വയലിന്റെ സൈഡിലൊക്കെ നട്ടിട്ടുണ്ട്. അമ്മ മുള്ളുള്ള സാധനം ഫ്രൂട്ടാണ് വയലിലൊക്കെ നടും. ചേച്ചി ഹെൽപ്പ് ചെയ്തോ? മധുരക്കിഴങ്ങാണോ? അല്ല മധുരക്കിഴങ്ങിൽ ഇവിടെ മുള്ളു. അയ്യോ സോറി. പൈനാപ്പിൾ അമ്മ നമ്മൾ വിളയിലൊക്കെ നടും. നമ്മൾ വയലിൽ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിളയിലുണ്ട്. ഓക്കെ കിട്ടിയിട്ടില്ല. എന്തായിരുന്നു മനസ്സിലായോ?
പൈനാപ്പിൾ. ആ പൈനാപ്പിൾ അവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ ശരി, കുറച്ച് ടഫ് ആയിട്ട് പറ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അമ്മക്ക് എല്ലാം ഈസി ആയിട്ട് അമ്മ പറയും. പാവല്ലേ അമ്മ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് ഇതൊരു വെജിറ്റബിൾ ആണ്. നമ്മളിത് സലാഡിനൊക്കെ യൂസ് ചെയ്യും. സലാഡ് വെള്ളരിയാണോ? ഓക്കെ. ഈ കുക്കിംഗ് കാര്യം ഉണ്ടല്ലോ, എനിക്കൊന്ന് അമ്മക്ക് എളുപ്പം നന്നായിട്ട് കുക്ക് ചെയ്യുന്നോണ്ട് അങ്ങനെ മനസ്സിലാവും. അപ്പൊ ഇനി കൊടുക്കുന്ന സമയത്ത് ഈ കിച്ചൺ പരിപാടി കട്ട്. ഓക്കെ, അല്ലാതെ പറഞ്ഞിച്ചോളൂ. ഓക്കെ. ഇതൊരു വെജിറ്റബിൾ ആണ്. നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണ്. സൗന്ദര്യത്തിനൊക്കെ നമ്മള് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കും, തോരൻ വെക്കും. എന്തിനാണ് കരയില്? എന്തിനാ തോരൻ വെക്കും. അല്ല അല്ല, ക്യാരറ്റ്. ഞാൻ എന്ത് പറഞ്ഞു അതിനപ്പുറത്തേക്ക്. ഓക്കെ, എനിക്ക് കൊടുക്കല്ലേ. ഓക്കെ, ഇനി വരുന്നുണ്ട്. അമ്മ ഇതെന്റെ കയ്യിലിരിക്കുന്നത് ഫ്രൂട്ടാണ്. അമ്മയ്ക്ക് നമ്മള് രാത്രിയൊക്കെ ഇന്നലെ കൂടെ അനു അരിഞ്ഞ് കഴിച്ചതേ ഉള്ളൂ. ഇതിനപ്പുറം ഒരു വലിയ ഇല്ല. ഇന്നലെ അനു അരിഞ്ഞ് കഴിച്ചതാണ്. ഞാൻ കണ്ടില്ല. കട്ട് ചെയ്തതാണിത്. എന്നാ പേര് കൂടെ പറ. ആപ്പിൾ ആണോ? സഹായിക്കരുത്. അമ്മ ഇത് എന്റെ കയ്യിലിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ ആണ്. നമ്മള് പറയൂ. നമ്മൾ തോരൻ വെക്കും. ഇതിനെ കൊണ്ട് തോരൊക്കെ വെക്കും. പറയരുത്, പാറ ചേച്ചി മിണ്ടരുത്. ഇവിടെ എല്ലാരും കാണിക്കുന്നുണ്ട്. കൂടുതൽ മുറിച്ചൊക്കെ എടുക്കും. മുരിച്ചൊക്കെ എടുക്കും നമ്മള്. ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങാണോ? അല്ല അമ്മ, ഇതൊരു വെജിറ്റബിൾ ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. വെജിറ്റബിൾ ആണ്. മണത്ത് കണ്ടുപിടി അമ്മ. കത്തിരിയാണോ? ഇതിന് പേര് അങ്ങനെയാണോ? കത്തിരിക്ക. കക്കിരിക്ക മറ്റതല്ലേ? കത്തിരിക്ക നമ്മളെവിടെ തിരുവനന്തപുരം അങ്ങനെയാണോ പറയാ? ജയിച്ചു, നമ്മൾ ജയിച്ചു. ഓക്കെ, കുക്കിങ്ങിന്റെ ഒന്ന് കുറയ്ക്കണം. നമുക്ക് ഈസി ആയിട്ട് കിട്ടും എനിക്ക് തോന്നുന്നു. നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാ. അപ്പൊ സോ കിച്ചൺ പരിപാടിയാക്കും, എങ്കിലും കുറച്ചുകൂടി ടഫായിട്ട്. വെജിറ്റബിൾ ഫുഡ് ഒന്നും പറയണ്ട, ഇതിനെ കുറിച്ച് വർണ്ണിക്കും. ഓക്കെ. അമ്മ ഇതൊരു റെഡ് കളർ ആയിട്ടുള്ളൊരു ഉരുണ്ട സാധനം. ഇത് അമ്മ ചേട്ടന് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഇതിന് പുളിപ്പുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. ഞാനോ? ഇതൊക്കെ ഞാൻ തന്നെയാണ് കഴിച്ചത്. അമ്മ ഇത് നിറച്ച് കഴിച്ചിട്ടുണ്ട്. എന്റെ അടുത്ത് പറയും ഈ സാധനം റെഡ് കളറാണ്, ഉരുണ്ടിട്ട്. തക്കാളിയാണോ? എനിക്ക് കളറും പറയണ്ടോ? ഓക്കെ, അതിന് തുടങ്ങുക. അമ്മ എന്റെ കയ്യിലിരിക്കുന്ന വെജിറ്റബിളും അല്ല ഫ്രൂട്ടും അല്ല. ഇവള് കരയില് എന്തിനോ? നമ്മളെ തലമുടിക്കൊക്കെ എണ്ണയിലൊക്കെ കാച്ചു നമ്മൾ ഏറ്റവും നല്ലതാണ്. പിന്നെ കഴിക്കാനായിരുന്നാലും ഗുണമായിട്ടുള്ള കയ്പുണ്ട്. നമ്മളെ പക്ഷെ അടി ചേർക്കും മധുരമായിരിക്കും. പറയാമ്മ, അവള് പറഞ്ഞില്ലേ ഇത്രയും. എണ്ണ കാച്ചു വന്നാ അമ്മ നമ്മളെ തലമുടിക്കോ? എന്റെ എണ്ണയിൽ ഞാനത് കാച്ചാറില്ല. നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര കയ്പായിരിക്കും, പക്ഷെ അരി ചേർക്കുമ്പോൾ ചെറിയൊരു മധുരം കാണും. എന്തോന്നമ്മ പഴഞ്ചൊല്ലുണ്ടോ അതിന്? അത്ര സാധനം നീളമുള്ളത് ഉരുണ്ട സാധനം. നെല്ലിക്ക കഴിഞ്ഞോ സാധനം? അടുത്ത് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇനിയുണ്ട്. അമ്മ ഇതാണെങ്കില് അമ്മയ്ക്ക് തളർച്ചയൊക്കെ വരുമ്പം നമ്മള് വെള്ളത്തിൽ ഡെയിലി കുടിക്കാറുണ്ട്. കഴിഞ്ഞോ? ഓക്കെ, ഇനിയുണ്ട്. അമ്മ നമ്മൾ സാമ്പാറിനൊക്കെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു സാധനം വെണ്ടയ്ക്ക. അയ്യോ ഏറ്റവും കൂടുതലല്ല, നമ്മൾ സാമ്പാർ കൊഴുപ്പിന് വേണ്ടി. ഒരു കൊഴുപ്പിന് നല്ല ടേസ്റ്റ് ആണ്. പീയണിയോ? അല്ല അല്ല, നീളത്തിലുള്ള സാധനമാണ്. നമ്മളെ മരിച്ചിനിയായിട്ടൊക്കെ ഏകദേശം സാമ്യം. എന്നാ ഇതിന്റെ പേര് കൂടെ പറ. ക്യാരറ്റ്.
മരച്ചിനി പോലെ വേറെ ക്ലൂ കൊടുക്കും മധുരക്കിഴങ്ങ മധുരക്കിഴങ്ങ നമ്മള് സാമ്പാറിനൊക്കെ ഇടും. സാമ്പാറിനിടോ ആ ചേമ്പ് ചേമ്പ് ഓക്കെ മരച്ചിനി വലിയ വലിയ ക്ലൂ ആയിപ്പോയി. ചേമ്പല്ലേ അടുത്ത അമ്മ എന്റെ കയ്യിലിരിക്കുന്നത് ആദ്യത്തെ ക്ലൂ ഞാൻ തന്നെ വെജിറ്റബിൾ ആയിരിക്കും ആദ്യം ഒരു പറഞ്ഞു പറയട്ടാ അമ്മ, ഇത് നമ്മളെ ഉണ്ടല്ല ഇത് അടുത്തധികം കൊണ്ടുപോണ്ട. ഇതുണ്ടല്ല അമ്മ, നമ്മൾ ഈ പാമ്പും ചേരയൊക്കെ വരുമ്പോഴത്തേനും ഇതിങ്ങനെ കലക്കി ആ വെളുത്തുള്ളി വെളുത്തുള്ളി പാമ്പശല്യൊക്കെ ഉണ്ടോ? ഓക്കെ അമ്മ ഇതൊരു ഫ്രൂട്ടാണ്. ചേച്ചി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറഞ്ഞ ഒരു സാധനമാണ്. മധുരക്കിഴങ്ങ് അമ്മ ഫ്രൂട്ട് ഫ്രൂട്ട് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡോക്ടർ ഏറ്റവും കൂടുതൽ ഒരു സംഭവം ചേച്ചിക്ക് കുറവായിരുന്നു. ആ അയ്യോ ചുമന്ന കളറല്ലേ? അതെ അതെ അയ്യോ അതിന്റെ പേര് മറന്നുപോയി. അയ്യോ അമ്മക്ക് അറിയാം. എനിക്കറിയാം ഒന്നും കൂടി ഓർമ്മിപ്പിച്ചോണ്ടിരിക്കും. നമ്മള് ചേച്ചിക്ക് ഒരു ക്ലൂ അത് തന്നെ മാമ്പഴത്തിലുണ്ട്. അതെ അല്ല അല്ല എനിക്കറിയാം മാതളം മാതളം കൊള്ളാലോ കളിയൊക്കെ. ഓക്കെ അമ്മ എന്റെ കയ്യിലിരിക്കുന്നത് ചേട്ടന് മിഴുക്ക് വരട്ടിയ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. മെഴുക്ക് വരട്ടിയ മിഴുക്ക് വരട്ടിയാല് അവനെല്ലാം ഒരു വെജിറ്റബിൾ ആണിത്. മിഴുക്ക് വരട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അജയ് മാമിന്റെ കടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കിലോ കണക്കിന് വാങ്ങിക്കും. പറഞ്ഞോ മറ്റേ അയ്യോ വെള്ളരിക്കട ചെറിയ സാധനമല്ലേ? വെള്ളരിക്കയുടെ ചെറിയ സാധനം. അയ്യോ അതിന്റെ പേരെന്തോ? മാമന്റെ വീട്ടിലുണ്ടായിരുന്നു. അത് തന്നെ. അയ്യോ കേരളത്തിലുണ്ട്. എനിക്കറിയാന്നുള്ള സാധനം കായൽ തുടങ്ങി കായൽ അവസാനിക്കും. അയ്യോ എനിക്കറിയാം പേരറിയാം. അമ്മക്ക് ഇത് മനസ്സിലായി, സംഭവം മനസ്സിലായി, അതിന്റെ പേര് മറന്നുപോയി. ആ ഓക്കെ. അയ്യോ കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ കിലോ വാങ്ങുന്നയാ. മാം പിണങ്ങാൻ ചാൻസ് ഉണ്ട്. അതറിയാം. എനിക്കറിയാം അടുത്തോടെ പോകുമ്പോ തരത്തില്ല. ഊർക്കയല്ലല്ലോ. അയ്യോ ഊർക്കയാണോ കിലോ വാങ്ങാൻ? ട്രൈ ഒരു ക്ലൂ കൊടുക്കും. പേരാണോ കിട്ടാതെ? ഊർക്കയല്ലല്ലോ. സത്യത്തിൽ ഇതിന്റെ പേര് ഞാനും പറഞ്ഞു കേട്ടോ. അയ്യോ എന്തായാലും വേണേ മണത്തൊന്ന് നോക്കൂ. അല്ല പേര് ഞാൻ കോവയ്ക്ക്. ഓക്കെ ഒരു സാധനം ഒന്നും കൂടി ഉണ്ട്. ഇത് ടഫ് ആയിട്ട് കൊടുക്കണം. എന്റെ ഡയറക്റ്റ് പേര് പറയരുത്. രണ്ടുപേരും ടഫ് ആയിട്ട് കൊടുത്തോളൂ. വെജിറ്റബിൾ ആണ്. എടാ നിന്നോടല്ലേ ഞാൻ ടഫ് അമ്മ ഇത് അച്ഛ ഇടയ്ക്കൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കഴിക്കാൻ സൂപ്പറാണ്. ചേട്ടന് ഇഷ്ടപ്പെട്ട തോരൻ ഇതിൽ നിന്ന് ഉണ്ടാക്കും. പടവലം. അതെ അടിപൊളിയായിട്ട് ചെയ്തു. സിമ്പിൾ എന്നൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എന്തോ ഒന്ന് മിസ് ചെയ്തു. പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് ഇപ്പൊ മനസ്സിലായി അടുക്കളയിൽ അമ്മ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അമ്മ ഉണ്ടാക്കുന്നതിന് ഫേവറേറ്റ് ഫുഡ് ഏതാ? അമ്മയ്ക്ക് കപ്പയും പിന്നെ ബീഫ് ഓ